വെൽക്കം ബാക്ക്. എല്ലാവർക്കും പാത്തൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പെർഫെക്റ്റ് റെഡ് വെൽവെറ്റ് കേക്ക് സ്പഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഒരു ടെൻഷനും കൂടാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു സ്പഞ്ച് ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് നരിച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി 3/4 കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ബട്ടർമിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പാലിലേക്ക് 1.5 ടീസ്പൂൺ വിനെഗർ അല്ലെങ്കിൽ നാരങ്ങ നീര്, ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. അത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ റെഡ് കളർ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് റെഡ് സ്പ്ലാഷിൻ്റെ കളറാണ്. അത് ഞാനൊരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല കളർ കിട്ടിയിരുന്നു. 1.5 ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നല്ല ക്വാളിറ്റി ഫുഡ് കളർ തന്നെ ആഡ് ചെയ്താലേ നമ്മുടെ റെഡ് വെൽവെറ്റ് സ്പഞ്ചിൻ്റെ കറക്റ്റ് റെഡ് കളറായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഒരു ഓറഞ്ച് റെഡ് ഫെയ്ഡഡ് കളറായിട്ട് കിടക്കുകയുള്ളൂ. ഒരുപാട് പേര് പ്രശ്നം പറയുന്നൊരു കാര്യമാണിത്, കളർ കിട്ടുന്നില്ല എന്ന്. അത് ക്വാളിറ്റി കളർ ആവാത്തതുകൊണ്ടാണത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് 3 മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ റെഡ് വെൽവെറ്റ് സ്പഞ്ചിലേക്ക് 3 മുട്ടയാണ് യൂസ് ചെയ്യാറ്. കാരണം നമ്മൾ ബട്ടർ മിൽക്കൊക്കെ ആഡ് ആക്കുന്നത് കാരണം 4 മുട്ടയുടെ ആവശ്യമില്ല, 3 മുട്ട മതി. ഇനി നമ്മുടെ മുട്ട നല്ലപോലെ ബീറ്റായി വന്നാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നമ്മൾ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിരുന്നു, അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ടയും പഞ്ചസാരയും കൂടി നല്ലപോലെ ബീറ്റ് ആയതിനു ശേഷം ഞാനതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ബട്ടർ മിൽക്കും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. അത് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അത് ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചൊരു 7 ഇഞ്ച് മോൾഡിലേക്ക് ഞാനത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 180 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. ഇനി ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ സ്പഞ്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും ഉണ്ടാവണം. ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് പാത്തൂസ് വ്ലോഗിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.